ആരാ? അനന്തേട്ടന്റെ പേഷ്യൻസ് ആണെന്ന് തോന്നുന്നു. ഓ, അത് ഞാൻ മറന്നുപോയി. ഈ വീട്ടിലിപ്പോ ഒരു ഡോക്ടറല്ലേ ഉള്ളൂ. നന്ദോട്ടനകത്തുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. സീരിയസ് ഒന്നും ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അവര് പോയത്. പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ. എന്റെ ഭർത്താവിനൊരു കയ്യബദ്ധം പറ്റിയപ്പോ നിങ്ങളൊക്കെ അത് ശരിക്കും മുതലെടുക്കാണല്ലേ? ചേച്ചി എന്താ ഇങ്ങനെ? വേണ്ടപ്പെട്ടവർ തന്നെ വിളിച്ചു കൂവുമ്പോ രോഗികൾ കാണാൻ മടിക്കുന്നതിൽ എന്താ അതിശയം? അവിടെ നിന്നേ, എങ്ങോട്ട് രാവിലെ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഓടുന്നത്? നിന്നോട് മിണ്ടാൻ നിന്നാലേ എന്റെ പോക്ക് മടങ്ങും. എനിക്ക് അനന്തന്റെ വീട് പണിയുടെ കാര്യങ്ങൾ നോക്കണം. അവിടെ നിന്നേ, അവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അതേടി, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാ നീ 3 നേരം ഞണ്ടുന്നത്. ശ്രീജമ്മോട് കല്യാണത്തിന് പോലെ ഒരു സാരി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? അത് ശരി, അപ്പൊ അതാണ് കാര്യമല്ലേ? എന്നാലേ എനിക്ക് മനസ്സില്ല. അച്ഛനും അമ്മയും കൂടി ബഹളം. അത് മോൾ അമ്മയോട് ചോദിക്കേ. എടി നീ കുഞ്ഞിനെ കണ്ടെങ്കിൽ പഠിക്കേ. ഓ, ഈ പറയുന്ന ആള് പിന്നെ. മോളെ സ്കൂളിൽ പോ, റെഡിയാ വേഗം. എന്റെ സാരിയുടെ കാര്യം പോടി അവിടുന്ന്. ഹലോ ഡോക്ടറല്ലേ? യെസ്. ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത രോഗി വല്ലാതെ ബഹളം വെക്കുന്നു. സെഡേഷൻ വല്ലതും കൊടുത്തോ? ഇല്ല, സീരിയസ് ആയതിന് കൊടുത്തില്ല. ഡോക്ടർ വന്നിട്ടാവുമെന്ന് കരുതി. ഞാൻ ഉടനെ വരാം. പുറപ്പെട്ടു കഴിഞ്ഞു. അല്ല, പുറപ്പെട്ടോ? ചേച്ചിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ചേട്ടനില്ലേ മുള്ളു? അമ്മയും ചേട്ടനും കൂടി ഗുരുവായൂർക്ക് പോയത് മറന്നുപോയോ? ഓ, എന്റെ ആളെവിടെ? മോളിലുണ്ട്. ജോ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണല്ലോ. ഒരു എമർജൻസി കേസ് ഉണ്ട്. നീ പറഞ്ഞാൽ മതി. അയ്യോ അനന്തേട്ടാ,